എന്തൊരു നല്ല മണമായത്. തൃശ്ശൂൽ ആഹാരം ഉണ്ടാക്കുമ്പോ എന്തു മണമാ വരുന്നത്. അമ്മേ, ഈ മണം അടിക്കുമ്പോ തന്നെ കഴിക്കാൻ തോന്നുക. ഇത്ര സന്തോഷത്തിൽ അവൻ ആഹാരം വെക്കുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള കാര്യമുണ്ട്. ഒന്ന് ചുമ്മാ ഇരിക്കും ഗോവിന്ദ. അവൻ ഉണ്ടാക്കുന്നതേ ഞങ്ങൾക്കൂടെ വേണ്ടിയാ. അതൊന്നുമല്ലെന്നേ, അവൻ ആഹാരം ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയാ. നോക്കി, എന്റെ ഫേവറേറ്റ് നൂഡിൽസിന് മണമല്ലോ വരുന്നേ. ഗോവിന്ദ, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. അവനുണ്ടാക്കുന്നതേ നല്ല ഹൽവയാ, അതും നെയ്യില്. സ്മെല്ല് കേട്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? എനിക്ക് വേണ്ടിയാ. അവൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നേ. ഇല്ല, ഞങ്ങൾക്കാ. അതെ, അവനതൊന്നും ഉണ്ടാക്കട്ടെ. ആർക്ക് വേണ്ടിയാണെന്ന് അപ്പോഴറിയാം. സ്റ്റോപ്പ് ഇറ്റ്. ഓരോ തവണയും ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നീ ആദ്യം നിർത്ത്. ആരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്ന് വെച്ചാ എന്ത് ചെയ്യണമെന്നാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി അതിന്റെ റിസൾട്ടിന് കാത്തിരിക്കുക. മനസ്സിലായില്ല. ശത്രുവിന്റെ മരണം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ മരണ വാർത്ത അറിഞ്ഞാൽ മാത്രം മതി. ആരുടെ മരണം? എന്താണ് നീ ചെയ്തത്? ഇത് നോക്ക്. എന്താ ഇത്? ജീപ്പ് ബ്രേക്കിന്റെ നട്ടും ബോൾട്ടും ഇത്. ഇതെന്തിനാണ് എന്നെ കാണിക്കുന്നത്? ഇതുകൊണ്ട് എന്താവാനാണ്? ഇത് തൃശ്ശൂൽ ഓടിക്കാൻ പോകുന്ന ജീപ്പിന്റെ. തൃശ്ശൂൽ ഓടിക്കുന്ന ജീപ്പിന്റെ സ്റ്റിയറിംഗ് ഓയിൽ പൈപ്പ് ഞാൻ കട്ട് ചെയ്തിരിക്കുക. അത് മാത്രമല്ല, അതിന്റെ ബ്രേക്കും ഫെയിലിയർ ആക്കിയിരിക്കുക. തൃശ്ശൂൽ ആ ജീപ്പ് എടുത്ത് ഒരു 5 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴേക്കും അപകടത്തിൽ പെട്ടിരിക്കും. ത്രിവിക്രം, ഇത് കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? നീ എന്താണ് ഈ കാണിക്കുന്നത്? പിന്നെ ഞാൻ അവനെ പൂട്ട് പൂജിക്കണം. ശത്രുവിനെ സംഹരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ആരതി ഒഴിയല്ല. ആദ്യം തന്നെ നിന്റെ ഈ ഭ്രാന്ത് പറച്ചിൽ നിർത്തൂ. തൃശ്ശൂരിന് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കരുത്. എന്തുകൊണ്ട് സംഭവിക്കരുത്? അവൻ ചാവണ്ടോന്ന് തന്നെയാ. ത്രിവിക്രം, തൃശ്ശൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. എന്താ, ഞാൻ അവനെ എന്തെങ്കിലും ചെയ്താ അതിന് നിനക്കെന്താ? അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ശിവാനിയെ നീ എടുത്തോ. പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അവനെ ഉറപ്പായിട്ടും കൊല്ലും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് ഞാൻ ചെയ്യും. നോക്ക്, എന്റെ ശക്തിയെ കുറിച്ച് നിനക്കറിയില്ല. നീ ആദ്യം കൈയെടുക്ക്. നിന്റെ ശക്തിയൊക്കെ എനിക്ക് അറിയാടി. നീ വന്നിരിക്കുന്നത് എന്റെ സഹായത്തിന്. നീ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഒരിക്കലും അല്ല. നിന്നെ സഹായിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. എന്റെ മുത്തശ്ശിയോടുള്ള നന്ദി നീ കാണിക്കണം. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. മുത്തശ്ശി പറഞ്ഞു വിട്ടതായിരിക്കും. നിന്റെ മുത്തശ്ശി കാലുപുരുക്കി പോയില്ലേ? പണ്ട് ഞാനും അവരെ ഒരുപാട് സഹായിച്ചതാണ്. നോക്ക് മായങ്കരെ, വെറുതെ എന്നെ കലി കയറ്റാൻ നിൽക്കണ്ട. നിന്റെ കോപമല്ല എന്റെ കോപമെന്ന് ഞാൻ കാണിച്ചു തരാം. ത്രിവിക്രം, നിന്നെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശം എനിക്കില്ല. എന്നാൽ എന്റെ മാർഗത്തിന് തടസ്സമായി ആരെങ്കിലും വന്നാൽ അതാരാണെന്ന് ഞാൻ നോക്കില്ല. മനസ്സിലായോ? ഞാൻ തൃശ്ശൂലിനെ സഹായിക്കുക തന്നെ ചെയ്യും. നീ കാരണം തൃശ്ശൂലിനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് മായാങ്കനയുടെ ശപഥമാണ്. ആഹാരമൊക്കെ റെഡിയാണ്. വരൂ വരൂ വരൂ. തൃശ്ശൂർ എന്താണാവോ? എല്ലാം റെഡിയായല്ലേ? അത് റെഡിയായല്ലോ. എന്തിനാ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? വാ വാ, തുടങ്ങാം. അതെ അതെ, ഭയങ്കര വിശപ്പ്, സഹിക്കാനേ പറ്റുന്നില്ല. അല്ല, നിങ്ങളൊക്കെ ഇരിക്കാൻ പോവാണോ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നീ ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയല്ലേ? അല്ല, അത് പിന്നെ ഹലോ,
എന്റെ പൊന്നു മോനെ നല്ല നെയ്യൊക്കെ ഒഴിച്ച് മധുരമൊക്കെ ചേർത്ത് നല്ല ഹലുവ ഉണ്ടാക്കിയല്ലേ. അയ്യോ നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമല്ലേ. ഐ ലവ് യു ഡാ. അവന് എന്നോടും വളരെ സ്നേഹ. അതുകൊണ്ട് അമ്മയ്ക്ക് വിശ്രമം കൊടുത്തിട്ട് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ മോനെ എന്റെ ചക്കര കൊണ്ട്. ആ ശരി ശരി, ഞാൻ അധികം സംസാരിക്കുന്നില്ല. വാന്നേ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. നിക്ക് നിക്ക് നിക്ക്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതേ നിങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെ ആർക്കാ? വീട്ടുകാരിക്ക് വേണ്ടിയാ. അപ്പൊ ഞങ്ങളാരാ? ഞാൻ വീട്ടുകാരെന്ന് പറഞ്ഞത് എന്റെ ഭാര്യനെ കുറിച്ചാണ്. ഓ ഇങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഉണ്ടാക്കിയതല്ലേ, ഞങ്ങൾക്ക് കൂടെ കുറച്ച് താ. ഹലോ ഹലോ, ഞാൻ ഉണ്ടാക്കിയത് അവൾക്ക് വേണ്ടിയാ. ഇതൊക്കെ അവള് തന്നെ തിന്നണം. നിങ്ങളൊക്കെ ഭയങ്കര ലേഡി നടപാചകികളല്ലേ. വേണമെങ്കിൽ പോയി ഒറ്റയ്ക്കുണ്ടാക്കി തിന്നെ. അവക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാ, എങ്കിലും ഞങ്ങൾക്ക് കുറച്ച് രുചി നോക്കാനെങ്കിലും തന്നൂടെ. ഞങ്ങൾ എന്തായാലും ആഗ്രഹിച്ചു വന്നതല്ലേ, കുറച്ച് ഞങ്ങൾ കൊടുത്താ. ഇല്ലില്ലില്ല, നോ ചാൻസ്. ടേസ്റ്റ് നോക്കാൻ പോലും തരത്തില്ല. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് യാതൊരു കാരണവശാലും തരുന്നില്ല. തൃശൂല് എനിക്കെന്തായാലും തരും. കാരണം ഞാനും അവനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ. അല്ലട മോനെ, ഒന്ന് മാറിയെന്നേ കഴിക്കട്ടെ. ആരായാലും അവിടെ നിന്നാ മതി. ഞാൻ ഉണ്ടാക്കിയതൊക്കെ എന്റെ ഭാര്യ കഴിക്കും, വേറൊരാൾക്കും തരുന്നില്ല. ഇല്ല, തരില്ല. ശരിക്ക് കൊതി വരുന്നുണ്ടോ? വേണം തോന്നുന്നുണ്ടോ? ശരി തരാം. പിടിച്ചോ. സോറി, തരില്ല. എല്ലാവർക്കും തിന്നണമെന്ന് അത്രയധികം ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലേ ആദ്യം ശിവാനി വരട്ടെ. അവളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തരാം. അതും കുറച്ചേ, ഇത്തിരി. ഇപ്പോ എന്റെ ശിവാനി വരും. ഞാനുണ്ടാക്കിയത് കഴിച്ചിട്ട് അവൾ ഒരുപാട് സന്തോഷിക്കും. നോക്കി, ശിവാനി. എല്ലാരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? ആരും കഴിക്കുന്നില്ലേ? ഞങ്ങളോ? ആ നിങ്ങള് തന്നെ. നീ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കഴിക്കാം. നീ കഴിക്കും. അയ്യോ അതെങ്ങനെ ശരിയാവുന്ന? നിങ്ങളില്ലാതെ ഞാൻ മാത്രം എങ്ങനെ കഴിക്കാം? ശിവാനി, നീ കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉപവാസത്തിലായി പോവും. അതെ ശിവാനി, ശരിയാ പറഞ്ഞത്. നീ വന്നിരിക്ക, എന്നിട്ട് ഇതൊക്കെ എടുത്ത് കഴിക്കും. വാ മോളെ, ഇരിക്കേ. ശിവാനി, ഇന്ന് നിനക്ക് വേണ്ടി സൗത്ത് ഇന്ത്യൻ ഡിഷിൽ നിന്ന് പൊങ്കൽ ആൻഡ് ലെമൺ റൈസ്, പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡായ റൊട്ടിയും കറിയും, ചൈനീസ് ഫുഡ് നൂഡിൽസ് ആൻഡ് ഗോബി മഞ്ചൂരിയൻ, ഡെസേർട്ടില് ക്യാരറ്റ് ഹൽവ ആൻഡ് ഗുലാബ് ജാമ് ആൻഡ് ഫ്രൂട്ട് സാലഡ്, വെജിറ്റബിൾ സാലഡ്, എക്സെട്ര 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 എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നിനക്ക് വേണ്ടിയാ. ഓ ശിവാനി, ആദ്യം ഏത് ടേസ്റ്റ് ചെയ്യുന്ന സംശയമായിരിക്കുമല്ലേ? എനിക്കറിയാം, ഞാൻ പ്രണയത്തോടു കൂടി ഉണ്ടാക്കിയ ഈ ഹൽവ തിന്നാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? എന്താ ശിവാനി എഴുന്നേറ്റ് നിൽക്കുന്ന? ഞാനിതില് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നുണ്ടോ, ഒന്ന് കഴിച്ചു നോക്കി. ഞാനൊന്നും കഴിക്കുന്നില്ല, വ്രതത്തില. മറന്നുപോയതാ. വ്രതോ? ഇന്നെന്ത് വ്രതോ ശിവാനി? അതൊന്നും സാരമില്ല, വന്ന് കഴിക്കുന്നേ. വേണ്ട, ആർക്ക് വേണ്ടി ഞാൻ എന്റെ തീരുമാനങ്ങൾ മാറ്റില്ല. ശിവാനി, ശിവാനി, ശിവാനി.
എന്തോ വ്രതമാണെന്ന് പറഞ്ഞ എനിക്ക് അറിയില്ലായിരുന്നു. അതൊന്നും സാരമില്ല, അതൊക്കെ വിട്ടേക്ക്, നമുക്ക് കഴിക്കാം. ഞങ്ങളോ? ആ, നിങ്ങൾ തന്നെ. ഞങ്ങള് നിന്റെ വീട്ടുകാരല്ലോ. ഏയ് വെറുതെ, അതൊക്കെ ഞാൻ അപ്പൊ വെറുതെ പറഞ്ഞു പോയതല്ലേ. അതൊക്കെ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമുണ്ടോ? വന്നിരിക്കുന്നേ, കഴിക്കേ. ഞങ്ങൾ ആരും കഴിക്കുന്നില്ല. നീ നിന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതി. അല്ല, അറ്റ്ലീസ്റ്റ് ഇതിന്റെ ടേസ്റ്റിങ്ങിന് നോക്ക്. അയ്യോ, ജൂനിയർ നളമഹാരാജാവല്ലേ, തന്നെ താൻ അങ്ങ് കഴിച്ചാ മതി. എന്തിനാ ഉദ്ദേശിച്ച് ഇങ്ങനെ കളിയാക്കുന്നത്? വന്നിരിക്കുന്നേ, ഞാൻ വിളമ്പി തരാം. ഞങ്ങള് കഴിക്കില്ല, കഴിക്കില്ല, കഴിക്കില്ല. നിങ്ങൾ ശരിക്കും ഇവിടെ നിന്ന് പോവാണോ? അതെ, നോക്കിയേ, ഇവിടെ ഗോപി മഞ്ചൂരിനൊക്കെ ഉണ്ടെന്നേ. ഇതൊരു മാതിരി കണ്ടില്ല അമ്മാവ, എല്ലാവരും പോയി. സാരമില്ല, അമ്മാവനെങ്കിലും കഴിക്കുമല്ലോ. വാ, വന്നിരിക്കും അമ്മാവ. തൃശൂൽ, തൃശൂൽ. മയൽ, എന്തു പറ്റി? അമ്മേ, തൃശൂൽ എവിടെ? ഒരു കാര്യം ഉണ്ടായിരുന്നു. അവൻ വീട്ടിലില്ല. എന്താ മോളെ? വീട്ടിലില്ലേ? മധു, എന്തു പറ്റി? തൃശൂലിനെ അന്വേഷിച്ചു വന്നതാ. തൃശ്ശൂരും ശിവാനിയും കൂടെ അമ്പലത്തിലോട്ട് പോയിരിക്കാണല്ലോ. എന്തേലും കാര്യമുണ്ടോ? അതെയോ? എങ്ങനെയാ പോയത്? എങ്ങനെയാ പോയെന്ന് ചോദിച്ചാ ജീപ്പിലാ പോയത്. എന്ത്? ജീപ്പിലാണോ പോയത്? ഏത് അമ്പലത്തിലേക്കാ പോയത്? എത്ര നേരമായി പോയിട്ട്? കുറച്ചു നേരം ആയിട്ടുണ്ടാവും. ഭൈരവേശ്വര ക്ഷേത്രത്തിലാ പോയത്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത്രയും ധൃതി പിടിച്ച് തൃശൂലിനെ അന്വേഷിച്ചു വരണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. അതും വന്ന ഉടനെ തന്നെ ഏത് വണ്ടിയിലാ പോയെന്നൊക്കെ ചോദിക്കുമ്പോ എന്താ മോളെ? പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? അത് ശിവാനിയും തൃശൂലിനെയും കണ്ടിട്ട് ഒരുപാട് നാളായി. അതാ വന്ന് കണ്ടിട്ടൊന്ന് പോവാന്ന് വിചാരിച്ച്. ഞാൻ എന്നാ ഇറങ്ങട്ടെ? അയ്യോ, എന്തിനായിരിക്കും ഇവൾ അന്വേഷിച്ചു വന്നത്? ത്രിവിക്രമൻ എവിടെയാന്ന് ചോദിക്കായിരുന്നു. അതിനുള്ള സമയം പോലും തന്നില്ല. കൊച്ചമ്മേ, നിങ്ങൾ ഓരോന്ന് ആലോചിക്കണ്ട. അവൻ വരട്ടെ. ചരടോ, ഇതെന്താ ഇവിടെ കിടക്കുന്നേ? കൊച്ചമ്മ കണ്ടില്ലേ? റൂമിൽ നിന്ന് കിട്ടിയതാ. ഇത് എവിടുന്ന് കിട്ടി? ശിവാനി മാഡത്തിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ. ഇതാരുടെ ആയിരിക്കും? തൃശ്ശൂരിന് ശിവാനിക്കും ഇത് കയ്യിൽ കെട്ടാൻ വേണ്ടിയല്ലേ കൊടുത്തത്? എന്നിട്ട് അവര് കെട്ടിയില്ലേ? ഇതാരുടെ ആയിരിക്കും? തൃശ്ശൂലിന്റെയോ ഇനി ഒരു പക്ഷെ ശിവാനിയുടേതോ? ഇനിയിപ്പോ എന്താ ചെയ്യ? 3 ദിവസം ഇത് കയ്യിൽ കെട്ടണമെന്ന് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ ഈശ്വര, അവരുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. എനിക്ക് പേടിയാവുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികൾ അവര് സുഖമായി ജീവിക്കണം. ആരുടെയും ദൃഷ്ടിദോഷം അവർക്ക് ഭവിക്കല്ലേ ദൈവം. ഈശ്വര, അവരെ നീ തന്നെ കാത്തോളേ. ശിവാനി, ജീവിതത്തിൽ എത്രയോ തവണ പഴമക്കാർ പറഞ്ഞത് ശരിയാവും. നമുക്ക് ലക്ഷ്യം നോക്കി മുന്നോട്ട് തന്നെ പോയാ ജയിക്കുന്ന കാര്യത്തിൽ പിന്നെ സംശയമില്ല. ഇപ്പോ നമ്മുടെ കാര്യം എടുത്ത് നോക്കിയേ. നിന്റെ വഴി വേറെ, എന്റെ വഴി വേറെ എന്നാ വിചാരിച്ച്. എന്നാ ഇപ്പൊ നോക്കി, രണ്ടുപേരും ഒരേ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതും നമ്മളെ ബലമായിട്ട് കൊണ്ടുപോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം. ജീവിതത്തിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടണമെന്നില്ല. ചിലപ്പോ അതിനേക്കാളും നല്ലതൊക്കെ കിട്ടിയാലോ. എന്നുവെച്ചാ ഇപ്പോ നിനക്ക് എന്നെ കിട്ടിയില്ലേ, അതാ. നീ നല്ലവനാന്ന് നീ തന്നെ പറഞ്ഞ പോരെ തൃശൂൽ. പുറത്തുള്ളവരും കൂടെ പറയണം. ഞാൻ നല്ലവനാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ലല്ലോ. കാരണം നീ വേറെ ഒരാളല്ലല്ലോ. നീ എന്റെ അർദ്ധാംഗനിയല്ലേ. തൃശൂൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഇപ്പൊ തന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അയ്യോ, വെറുതെ മണ്ടത്തരം കാണിക്കില്ല ശിവാനി. നമ്മുടെ പ്രണയം എങ്ങനെ എന്നും പൂത്തുലഞ്ഞു നിൽക്കണം, പാടാനേ പാടില്ല. നമ്മുടെ ജീവിതത്തിന് എന്തെന്ന് പറയുന്നതേ ഉണ്ടാവരുത്.
ഏയ് തൃശൂർ, ആ നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന? അമ്പലത്തിലേക്ക് പോകേണ്ടത് ആ വഴിയിലൂടെയല്ലേ? ശിവാനി, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. തൃശൂർ, വണ്ടി നിർത്ത. നിർത്താനല്ലേ പറഞ്ഞത്? ആ നിർത്താം നിർത്താം. തൃശൂർ, വണ്ടി നിർത്ത. വണ്ടി നിർത്താൻ. ആ നിർത്താന്നേ. ഇതെന്താ ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ. നിർത്താനല്ലേ പറഞ്ഞേ? ആ നിർത്താൻ പോവാണെന്നേ. ഇതെന്താ ശരിക്കും ബ്രേക്ക് കിട്ടാത്ത? ഓ, സർവീസിന്റെ സമയമായിട്ടുണ്ടോ? അച്ഛനോട് പറയാം. ശിവാനി, ശിവാനി, നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്തൊക്കെ ചെയ്താലും ഞാൻ അതൊക്കെ സഹിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത്. അമ്മ പറഞ്ഞത് കൊണ്ട് നിന്റെ കൂടെ അമ്പലത്തിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അയ്യോ, ഇത് അമ്പലത്തേക്ക് പോകുന്ന വഴി തന്നെയാ. പക്ഷേ ദൈവത്തെ ചെന്ന് കാണുന്നതിന് മുൻപ് എനിക്ക് എന്റെ ദേവതയോടൊന്ന് സംസാരിക്കണം. തൃശൂൽ, ശിവാനി, ഒരു മിനിറ്റ്. ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ എനിക്ക് 3 ദിവസത്തെ സമയം തന്നായിരുന്നു. അതിനുള്ള നിനക്ക് എന്നോട് പ്രണയം തോന്നിയില്ല എന്നുണ്ടെങ്കിലേ പിന്നെ ഞാനുള്ള സ്ഥലം ഇവിടെയായിരിക്കും. അവനിവിടെ ഇല്ലല്ലോ ഏട്ടാ. ഇവിടെ ഇല്ലെന്നോ? അവൻ മുതലാളുടെ വീട്ടിലും ഇല്ലല്ലോ. ഞാൻ നേർന്ന് വഴിപാട് ചെയ്ത് തീർക്കാനായിട്ട് അവൻ അമ്പലത്തിൽ പോയേക്കുക. ആണോ? അത് നന്നായി. മധു, ഇവിടെ കിടന്ന് ജീപ്പ് എവിടെ പോയി? അത് തൃശ്ശൂർ എടുത്തോണ്ട് പോയല്ലോ. അതെന്തിനാ അവൻ എടുത്തോണ്ട് പോയത്? സർവീസ് ചെയ്യാൻ വേണ്ടി മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടിയല്ലേ? സർവീസ് ചെയ്യാനല്ലേ? അവൻ വന്ന ഉടനെ കൊണ്ട് കൊടുക്കാലോ. അവന്റെ ഒരു മധു, അവര് പോയിട്ട് എത്ര നേരമായി? കുറച്ചു നേരമായി. അവരിപ്പോ അമ്പലത്തിൽ എത്തിക്കാണണം. അയ്യോ എന്റെ ദൈവമേ, എന്ത് നോക്കിട്ട് അവൻ പോയത്? എന്താ ഏട്ടാ, എന്താ പറ്റിയ? വണ്ടിയുടെ ഓയിൽ ലീക്ക് ആയി കിടക്കുന്ന കണ്ടില്ലേ? അതും സ്റ്റിയറിംഗ് ഓയിൽ. അയ്യോ ദൈവമേ. ഓ, ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ നീ ഇവിടുന്ന് താഴേക്ക് ചാടുവോ? ഓ, ഉറപ്പല്ലേ? നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ ജീവൻ വെടിയും. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാവില്ല. എന്താ നീ എന്നെ പേടിപ്പിക്കാണോ? അല്ല ശിവാനി, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ജീവിതത്തിൽ നീ ഇല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ ആരുണ്ടായിട്ടും കാര്യമില്ല. തൃശൂൽ, വേണ്ട ശിവാനി, നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നുള്ള ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ. എനിക്ക് വേറെ ഒരാളെയും വേണ്ട, നിന്നെ മാത്രം മതി. ഇതെന്താ കുട്ടിക്കളിയാണോ? ഞാൻ നിന്നെ പറ്റി വേറെ എന്തൊക്കെയോ കരുതിയിരുന്നു. 3 ദിവസത്തിനുള്ളിൽ നീ എന്റെ മനസ്സ് മാറ്റുമെന്ന് പറഞ്ഞപ്പോ നീ വലുതായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്ന കരുതിയത്. എന്നാൽ നീ ഇത്ര ചീപ്പായിട്ട് ആലോചിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ശിവാനി. ഇനി 2 ദിവസം ഞാൻ നിന്റെ മനസ്സ് ഉറപ്പായിട്ട് മാറ്റും. നീ എന്നെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. അതൊരിക്കലും സാധിക്കില്ല. ഇത്രയും ദിവസം നീ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിരുന്നു. എന്നാ നീ ഇപ്പൊ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് പുച്ഛം തോന്നുന്നു. ഞാൻ നിന്റെ കൂടെ എങ്ങോട്ടും വരില്ല.